पास्टर करेंगे। तो आइए दोनों को हम ताली बजाते हुए स्वागत करेंगे। वेलकम पास्टर सर, वेलकम। പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട Praise the സമയം Lord, praise the Lord. Thank you, sir. ദൈവജനത്തോടും ദൈവദാസിദാസന്മാരോടും കൂടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. परमेश्वर के दासों के साथ, परमेश्वर के लोगों और परमेश्वर की संतानों के साथ एक बार फिर एक और मौका हमें मिलने के लिए परमेश्वर को धन्यवाद देते हैं। കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചത് എന്താണ് പ്രാർത്ഥന, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നു. पिछले सत्र में हमने ये देखा था कि प्रार्थना क्या है और कैसे प्रार्थना हमें करनी है। നമ്മൾ പലരും ചിന്തിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ അവലംബിച്ച പ്രാർത്ഥനാ മാർഗങ്ങളോ അല്ല യഥാർത്ഥ പ്രാർത്ഥന എന്ന് കഴിഞ്ഞ സെഷനിൽ നമുക്ക് മനസ്സിലായി. पिछले सत्र में हमें इस बात का पता चला कि जैसे हम में से ज्यादातर लोग सोचते हैं या फिर मसीह में आने से पहले जैसे हम प्रार्थना करते आए हैं वैसी नहीं है असल में जो प्रार्थना हमें करनी चाहिए। ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവഭയമുള്ളവരാണെങ്കിൽ അവർ വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണ്. दुनिया के सारे लोग परमेश्वर का भय मानने वाले अगर वो लोग हैं, चाहे वो विश्वासी हो या अविश्वासी हो, वो सब प्रार्थना करने वाले होते हैं। എല്ലാ മതത്തിലും പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യര് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പല പല മാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. सारे धर्मों में दुआ या प्रार्थना के बारे में सिखाया जाता है और दुआ प्रार्थना करने के अलग अलग तरीके बताए जाते हैं। നമ്മൾ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നോമിനൽ ക്രിസ്ത്യൻസ് അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. हम अपने आसपास अगर देखें जो नामधारी मसीह कहलाते हैं वो लोग भी प्रार्थना करते हैं। എന്നാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, നാം പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയായിട്ട് കാണുന്നില്ല എന്ന്. लेकिन परमेश्वर के जनों, वचन में से हमें इस बात का पता चला कि हम अक्सर जिस बात को प्रार्थना कहते हैं उसे स्वर्ग का परमेश्वर प्रार्थना के रूप में नहीं देखता है। ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവഹിത പ്രകാരമാണോ എന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. इस वचन को सुनने वाले परमेश्वर के जनों को अपनी जिंदगी में ये जांचने की जरूरत है कि आप जो प्रार्थना कर रहे हैं वो क्या परमेश्वर की इच्छा के अनुसार है या नहीं। അതുകൊണ്ട് കഴിഞ്ഞ സെഷനിൽ പഠിച്ചതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് ഇന്നത്തെ രാത്രി കടന്നു പോകുവാനായിട്ട് കർത്താവിന്റെ ആത്മാവിൽ ശരണപ്പെടുകയാണ്. और इसलिए पिछले सत्र में हमने जो सीखा था उससे अगले हिस्से की ओर प्रभु की आत्मा पर निर्भर रहते हुए हम आगे आना चाहते हैं। പ്രാരംഭമായി ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഹെവൻലി സെന്റേർഡ് ആയിരിക്കണം, അല്ലാതെ എർത്തലി സെന്റേർഡ് ആയിരിക്കരുത്. शुरुआत में ही मैं ये कहना चाहता हूं कि प्रार्थना स्वर्ग केंद्रित होनी चाहिए, पृथ्वी पर केंद्रित नहीं होनी चाहिए। അതൊന്നുകൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തെ കാണുന്നത് തൊട്ടു മുമ്പിലിരിക്കുന്ന ദൈവമായിട്ടാണ്. उसको थोड़ा सा और अगर मैं समझाना चाहूं तो इस धरती पर प्रार्थना करने वाला कोई भी व्यक्ति परमेश्वर को ऐसे देखता है जैसे वो ठीक बिल्कुल उसके सामने है। പ്രാർത്ഥന സ്വർഗീയമായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ ദൈവമോ സ്വർഗത്തിലിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവിടുന്ന് ചെയ്യുന്നു എന്ന്. प्रार्थना का स्वर्ग केंद्रित होना इसलिए जरूरी है क्योंकि वचन ये कहता है हमारा परमेश्वर स्वर्ग में है और वो जो चाहे वही करता है। കർത്താവിന്റെ വചനത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ച രീതികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. वचन में अगर हम यीशु मसीह की प्रार्थना करने के तरीकों के बारे में देखें तो हम देख सकते हैं कि वो ऊपर की ओर, स्वर्ग की ओर देखकर प्रार्थना करता है। അപ്പോൾ നാം എപ്പോഴും ഓർക്കണം, സർവശക്തനായ കർത്താവ് അവിടുന്ന് സ്വർഗത്തിൽ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ്. അപ്പോൾ എന്റെ പ്രാർത്ഥന സ്വർഗോന്മുഖമായിരിക്കണം. तो हमेशा हमें ये बात याद रखनी है कि हमारा सर्वशक्तिमान परमेश्वर वो स्वर्ग में सिंहासन पर विराजमान है और हमारी प्रार्थना भी स्वर्ग की ओर केंद्रित होनी चाहिए। കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനാണ് പഠിപ്പിച്ചത്. और प्रभु यीशु ने जो प्रार्थना का तरीका सिखाया उसमें भी वो इसी तरह से बताता है कि हे हमारे स्वर्ग के पिता। യേശു കർത്താവും മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. और परमेश्वर का वचन हमें याद दिलाता है कि प्रभु यीशु मसीह फिर से जी उठकर स्वर्ग में पिता के दाहिने हाथ विराजमान है।
ഇപ്പോൾ നമ്മോട് കൂടെയുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഗൈഡൻസ് തരുന്നത്. आज पवित्र आत्मा हमारे साथ में है और वही पवित्र आत्मा परमेश्वर की इच्छा के अनुसार प्रार्थना करने में हमारा मार्गदर्शन करता है। റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ദൈവഹിത പ്രകാരം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. रोमियो 8वें अध्याय में हम देखते हैं कि हम नहीं जानते कि हमें किस रीति से प्रार्थना करना चाहिए, इसीलिए पवित्र आत्मा ऐसी आहें भर भर कर हमारे लिए प्रार्थना और विनती करता है जो बयान से बाहर है। और केवल इतना ही नहीं, वो परमेश्वर की इच्छा के अनुसार प्रार्थना करने में हमारा मार्गदर्शन करता है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചാടിക്കേറി പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനോട് പറയണം, കർത്താവെ എന്നെ തിരുഹിത പ്രകാരം ദൈവഹിത പ്രകാരം പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന്. इसलिए भाइयों, अगर कोई प्रार्थना करने के लिए कहता है तो जल्दबाजी में प्रार्थना शुरू नहीं करनी है, बल्कि हमें पवित्र आत्मा से प्रार्थना करनी है कि पवित्र आत्मा प्रभु की इच्छा के अनुसार प्रार्थना करने में मेरी मदद कर। നമ്മൾ പലപ്പോഴും പലയിടത്തും ഭവനങ്ങളിലൊക്കെ കയറി ഇറങ്ങിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവരുടെ മേൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് പലപ്പോഴും ഒരു ചടങ്ങുകളായിട്ട് മാറുകയാണ്. എന്നാൽ ഇന്നത്തെ രാത്രി ദൈവവചനത്തിന്റെ ചില ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രാർത്ഥനയൊക്കെ ദൈവഹിതപ്രകാരമാണോ അതോ ദൈവത്തിന്റെ ഇഷ്ടത്തിന് എതിരാണോ എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. हम बहुत बार कई जगहों पर आते जाते हैं, कई लोगों के लिए घरों में दुआ करते हैं, कईयों के सिर पर हाथ रखकर दुआ करते हैं, लेकिन बहुत बार वो प्रार्थना सिर्फ एक औपचारिकता भर रह जाती है। लेकिन आज परमेश्वर के वचन को जब हम सीख रहे हैं तो हमें ये जानना है कि क्या हम जो प्रार्थना कर रहे हैं वो परमेश्वर के वचन के अनुसार है, उसकी इच्छा के अनुसार है या उसके खिलाफ है। There are two essentials to an effective prayer. एक प्रभावशाली प्रार्थना के लिए दो जरूरी बातें हैं। ഈ രണ്ട് കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, there has to be a God given burden in our heart. और ये दो बातें अगर आप पूछें क्या है, तो पहला एक तो ये कि परमेश्वर द्वारा हमारे दिल में एक बोझ दिया जाना जरूरी है। പ്രാർത്ഥിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ചില വിഷയങ്ങളിൽ നമുക്കൊരു ഭാരം തരണം അകത്ത്. यानी परमेश्वर, स्वर्ग का परमेश्वर प्रार्थना के किसी विषय के बारे में हमारे दिल में पहले बोझ दे, ये जरूरी है। ഇത് ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യത്തെ വിഷയം ഇതാണ്, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ഒരു വിഷയം തരണം. രണ്ടാമത്തെ ഭാഗം ഇതാണ്, എന്റെ ഹൃദയത്തിൽ ലഭിച്ചിരിക്കുന്ന ഭാരത്തിനു വേണ്ടി ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. इसे हम इस तरह से सोच सकते हैं कि एक तो स्वर्ग का परमेश्वर किसी विषय के बारे में पहले मेरे मन के अंदर एक बोझ दे, और फिर जो बोझ परमेश्वर ने जिस विषय के बारे में मेरे मन में दिया है उस विषय को लेकर मैं स्वर्ग के परमेश्वर के सामने बिचवई करूं। സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ ചില വിഷയങ്ങൾക്ക് വേണ്ടി ഹൃദയത്തിനകത്ത് ഭയങ്കര ഭാരം വന്നിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? भाइयों, पिछले दिनों के बारे में आप सोच कर देखें, क्या बहुत बार आपको ऐसा नहीं लगा कि कुछ विषयों के बारे में बहुत बोझ आपके मन में आपको महसूस होता है? പ്രത്യേകിച്ച് ശ്രദ്ധിച്ച്, ആ ഭാരമേറിയ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തക്കമുള്ള പ്രേരണ നമുക്ക് ലഭിക്കാറില്ലേ? खास तौर से आप ध्यान दीजिएगा, जब ऐसे बहुत बोझ से हम किसी विषय के बारे में अपने आप को बोझ में महसूस करते हैं, तो क्या कई बार आत्मा में प्रार्थना करने की अगुवाई हमें नहीं मिलती? എന്നാൽ അതേ സ്ഥാനത്ത് മറ്റു പല ഭാഗങ്ങളിലും മറ്റു ചില സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ നാം പലപ്പോഴും പലർക്കു വേണ്ടിയും പ്രാർത്ഥിച്ച വിഷയങ്ങൾ പ്രാർത്ഥിച്ച ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു എന്താ പ്രാർത്ഥിച്ചത്. लेकिन उसी समय बहुत बार बहुत जगहों पर बहुत लोगों के लिए हम जो प्रार्थना करते हैं, अक्सर हम 2 मिनट में ही भूल जाते हैं कि हमने किसके लिए क्या प्रार्थना की थी। അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ സേവിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം പറയുന്ന പ്രകാരമായിരിക്കണം നമ്മുടെ സേവനം നടക്കേണ്ടത്. तो मेरे भाइयों, जब हम खुद को परमेश्वर की सेवा करने वाले कहते हैं, तो यहाँ की हमारी जो सेवा है या प्रार्थना जो हम करते हैं वो परमेश्वर जैसे कहता है उसकी इच्छा के अनुसार होनी चाहिए। ദൈവസഭയുടെ മഗ്നക്കാട്ട അല്ലെങ്കിൽ ദൈവസഭയുടെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്നറിയാമോ? അപ്പോസ്തലന്മാർ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവരെ ഗൈഡ് ചെയ്യും.
ചില സ്ഥലങ്ങളിലേക്ക് അവർ മാനുഷികമായിട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ദൈവാത്മാവ് അവരെ തടയുന്നതായിട്ടും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. परमेश्वर की कलीसिया की या परमेश्वर के वचन की मूलभूत बातों के बारे में जिस प्रेरितों के काम की पुस्तक में बताया गया, उसमें जब हम पढ़ते हैं तो हम ये देखते हैं कि प्रेरित कहीं भी जाने के लिए पवित्र आत्मा की अगुवाई को पाते हैं, और कई जगह हम ये देखते हैं कि पवित्र आत्मा उन्हें वहां जाने से रोकता है। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, വലിയ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ നാട്ടിലായിരിക്കുന്നു, ദേശത്ത് വലിയ പ്രതികൂലങ്ങൾ വരുന്നു, അങ്ങയുടെ സഭയ്ക്കെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ദൈവദാസന്മാർക്ക് ദാസിമാർക്കെതിരെ വലിയ പീഡനങ്ങൾ ഉണ്ടാകുന്നു, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം എന്റെ ഹൃദയത്തിൽ ഒരു ഭാരം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. इसलिए हमें ये प्रार्थना करनी है कि प्रभु, हमारी जगह पर बहुत विरोध हो रहा है, हमारे देश में बहुत परेशानियां आ रही है, हमारी कलीसिया में परमेश्वर आपकी कलीसिया के खिलाफ बहुत प्रतिकूल परिस्थितियां आ रही है प्रभु, इसलिए इन विषयों पर प्रार्थना करने का एक बोझ हमें दे। അങ്ങനത്തെ ഭാരം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നാം വെറുതെ പ്രാർത്ഥിച്ചു വിടുകയല്ല ചെയ്യുന്നത്. ഒരുപക്ഷെ നാം ഉപവസിച്ച് പ്രാർത്ഥിക്കും, ഒരുപക്ഷെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഭാരം തിങ്ങി ഇറങ്ങുകയാണ്. जब ऐसा बोझ हमारे अंदर आता है तो फिर हम ऐसे ही प्रार्थना करके उस विषय को छोड़ते नहीं है। शायद हम उपवास के साथ प्रार्थना करेंगे, शायद रो रो कर हम प्रार्थना करेंगे, शायद रात के समय जाग कर हम उस विषय के लिए प्रार्थना करेंगे। हम ऐसा क्यों करते हैं? क्योंकि वो बोझ हमारे दिल के अंदर भरा हुआ है। അത് മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്ന് കരുതിക്കോ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഭീകരമായ അസുഖം വന്നിട്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന് തോന്നുന്ന സന്ദർഭം വരുമ്പോൾ നമ്മൾ വായ കൊണ്ട് വെറുതെ പ്രാർത്ഥിച്ചു വിടുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഭാരമുള്ളത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്ത് വില കൊടുക്കുവാനും നാം തയ്യാറാകും. या फिर मान लीजिए भाइयों कि हमारे बच्चों को कोई रोग हो जाता है, या फिर हमारे बहुत प्रियजन को कोई ऐसी बीमारी हो जाती है जिसके बारे में ये कहा जाता है कि अब उसके बचने की संभावना नहीं है, तो क्या हम ऐसे ही उसके लिए प्रार्थना करते? नहीं, हम बड़े बोझ के साथ में रो रो कर उसके लिए हम प्रार्थना करते हैं। बड़े एक बोझ को लेकर हम किसी भी कीमत को चुकाने तक के लिए उसके लिए तैयार हो जाते हैं। അതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നാം അതുപോലെ പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം ചലിക്കുന്നതും സ്വർഗത്തിൽ നിന്ന് പ്രവൃത്തികൾ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നതും കാണുവാൻ കഴിയുക. और जब विभिन्न विषयों पर हम इस तरह से प्रार्थना करते हैं, तभी हम परमेश्वर को काम करते हुए देखते हैं, तभी हम स्वर्ग को इस पृथ्वी पर उस मामले में उतरते हुए देखते हैं। അപ്പോൾ നമ്മൾ ആദ്യം കേട്ടത്, പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് ആ പ്രാർത്ഥിക്കുവാനുള്ള വിഷയത്തിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന ഗോഡ് ഗിവൺ ബർഡൻ മസ്റ്റ് ബി देयर in our heart before we start praying. तो आपने पहले इस बात को सुना कि किसी विषय पर प्रार्थना शुरू करने से पहले उस विषय के बारे में परमेश्वर द्वारा हमारे दिल में एक बोझ दिया जाना चाहिए। രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ബിഫോർ വി പ്രേ വി നീഡ് ടു ഹാവ് എ ഫെയ്ത്ത് ഇൻ അവർ ഹാർട്ട് ടു പ്രേ ടുവേർഡ്സ് ദ ലോർഡ്. और दूसरा विषय ये है कि प्रार्थना करने से पहले उस विषय के बारे में परमेश्वर पर हमारे अंदर विश्वास होना चाहिए। ഇതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. परमेश्वर का वचन यही बात हमें सिखाता है। इब्रानियों 11:6 बताता है कि विश्वास के बिना परमेश्वर को प्रसन्न करना अनहोना है। അവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാനായിട്ട് പോവുകയാ. അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. അടുത്ത വാക്യം ചേർന്ന് എഴുതിയിരിക്കുന്നത് നോക്കിയേ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. वहां लिखे वचन को आप ध्यान से देखिए। इब्रानियों 11:6 में आपके लिए पढ़ना चाहता हूं। और विश्वास के बिना उसे प्रसन्न करना अनहोना है। आगे देखिए, क्योंकि परमेश्वर के पास आने वालों को विश्वास करना चाहिए कि वह है और अपने खोजने वालों को प्रतिफल देता है। This is the most important thing. When you come to God in prayer, this has to be the one thing we need to have always in my heart, that I am praying to my heavenly Father. I am praying to my Lord, so my prayer will be heard by him. तो ये सबसे महत्वपूर्ण बात है। जब भी हम परमेश्वर के सामने प्रार्थना करने के लिए आते हैं तो ये बात हमारे दिल में होनी चाहिए कि मैं अपने स्वर्गीय पिता से प्रार्थना कर रहा हूं, और मैं अपने पिता के सामने जब अपनी प्रार्थना को कर रहा हूं तो मेरी प्रार्थना सुनी जाएगी।
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങള് എന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നതിന് മുമ്പ് അവർക്ക് വിശ്വാസമില്ലേ നമ്മൾ അവരുടെ ആവശ്യങ്ങളെ കേൾക്കാൻ തയ്യാറാകുമെന്നും അവരുടെ ആവശ്യങ്ങൾ ഉചിതമായിട്ടുള്ളതാണെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കുമെന്നുമുള്ള വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് ഇല്ലേ? मैं आपसे एक बात पूछना चाहता हूँ, जब हमारे बच्चे हमसे किसी जरूरत के विषय में आकर कुछ मांगते हैं तो क्या उनके अंदर ये विश्वास नहीं होता कि हम उनकी उस बात को मानेंगे? अगर उनकी मांग जायज है तो क्या उनके अंदर विश्वास नहीं है कि हम उनकी बात को मानेंगे? ഇതുപോലെ ആയിരിക്കണം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന്റെ സന്നിധിയിലേക്ക് നാം പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നതിന് മുമ്പ് അവിടുന്ന് എന്റെ പിതാവാണെന്നുള്ള ബോധ്യം, അവിടുന്ന് എന്റെ ആവശ്യങ്ങൾ എന്നെ സഹായിക്കുവാൻ തക്കവണ്ണം മതിയായവനുമാണ്, സന്നദ്ധനുമാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. जब हम स्वर्ग के हमारे पिता के पास प्रार्थना करने के लिए आते हैं तो हमारे अंदर भी यही भाव होना चाहिए कि मैं अपने पिता से दुआ कर रहा हूं और स्वर्ग का मेरा परमेश्वर, मेरा पिता मेरी प्रार्थनाओं को सुनने और उन्हें पूरा करने के लिए काफी है, समर्थ है। ആർക്കാണ് ഈ വിശ്വാസം ഉണ്ടാകുന്നതെന്നറിയാമോ? ദൈവസന്നിധിയിൽ നീതിയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. എപ്പോഴും आपको पता है ऐसा विश्वास किसके अंदर होता है? जो हमेशा परमेश्वर की उपस्थिति में धार्मिकता से जिंदगी जीता है, उसी के अंदर हमेशा ऐसा विश्वास होता है। ദൈവഹിതപ്രകാരം ജീവിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനുള്ള ആത്മധൈര്യം ഉണ്ടാകത്തില്ല. जो व्यक्ति परमेश्वर की इच्छा के अनुसार जिंदगी नहीं बिताता, उसके अंदर परमेश्वर के सामने आकर प्रार्थना करने का एक आत्मिक साहस या एक हिम्मत उसके अंदर कभी नहीं होती है। കാരണം അവൻ അറിയാം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. കാരണം എന്റെ ജീവിത രീതി ദൈവഹിതത്തിന് വിപരീതമായിട്ടാണ്. क्योंकि उसे पता है कि मैं परमेश्वर के पास में आकर प्रार्थना करूंगा तो परमेश्वर मेरी प्रार्थना नहीं सुनेगा, क्योंकि मेरा जो जीने का तरीका है वो परमेश्वर की इच्छा के खिलाफ है। നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കത്തില്ലെന്ന് കരുതിക്കെ, നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അവർക്ക് തോന്നുന്ന വഴികളിൽ ജീവിക്കുന്നവരാണെന്ന് കരുതിക്കെ, അവർക്ക് ഒരിക്കലും നമ്മുടെ അടുക്കൽ ഒരു ആവശ്യവുമായിട്ട് വന്ന് പറയുവാനുള്ള ധൈര്യം ഉണ്ടാകത്തില്ല. मान लीजिए अगर हमारे बच्चे हमारा कहना नहीं मानते, हमारी इच्छा के खिलाफ अगर वो जिंदगी बिताने वाले हैं, तो कभी भी हमारे पास आकर अपनी जरूरतों को बताने की हिम्मत उनके अंदर नहीं होगी। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ സന്നിധിയിൽ നീതിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. इसलिए मुझे सुनने वाले भाइयों, अगर उस परमेश्वर के बारे में एक धार्मिक जिंदगी हमारी है, केवल तभी हम उस सर्वोच्च परमेश्वर के पास में आकर कुछ पाने की हिम्मत अपने अंदर रख सकते हैं। പലപ്പോഴും പലരും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, നമ്മൾ പറയാറുണ്ട് പ്രാർത്ഥിച്ചേക്കാമെന്ന്. പക്ഷേ അത് നമ്മൾ മറന്നുപോകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി വെറുതെ പറയുന്ന ഒരു പാഴ്വാക്ക് മാത്രമാണത്. बहुत बार लोग जब हमसे कहते हैं किसी विषय के लिए प्रार्थना करना, तो हम कहते हैं प्रार्थना करेंगे, लेकिन हम बाद में भूल जाते हैं। क्यों? क्योंकि हमने सिर्फ उनको खुश करने के लिए उस समय ऐसे ही बेकार में एक शब्द बोल दिया कि हाँ हम प्रार्थना करेंगे। അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ദൈവം തന്ന ഒരു ഭാരം നമുക്കുണ്ടാകണം. ആ ഭാരത്തെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ നാം തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം. और इसलिए शुरुआत में मैं ये कहना चाहता हूं कि प्रार्थना शुरू करने से पहले उस विषय पर परमेश्वर द्वारा दिया गया एक बोझ हमारे अंदर होना चाहिए, और फिर उस विषय पर प्रार्थना करने के लिए हमारे अंदर विश्वास होना चाहिए। കഴിഞ്ഞ സെഷനിൽ സഹോദരങ്ങളെ നമ്മൾ കേട്ടല്ലോ, പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ശ്വാസത്തിനുള്ള പ്രാധാന്യം എത്രയോ അത്രമാത്രം പ്രാധാന്യമാണ് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ. पिछले सत्र में भाइयों हमने सुना था कि जैसे सांस हमारे शरीर के लिए जरूरी है, उतना ही महत्व प्रार्थना का हमारी आत्मा के लिए है। അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന എന്ന വിഷയത്തെ ലാഘവത്തോടെടുക്കരുത്. और इसलिए भाइयों प्रार्थना के विषय को हल्के में ना लें। നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ, ഇന്ന് ശ്വാസം ചെയ്യുവാൻ തക്കവണ്ണം സമയം കിട്ടിയില്ല, കാരണം ഭയങ്കര തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ശ്വസിച്ചില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? क्या हम में से कोई ये कह सकता है कि आज बहुत ज्यादा व्यस्त था, इसलिए मेरे पास में सांस लेने का समय मैं नहीं निकाल पाया, इसलिए आज मैंने सांस नहीं ली? क्या कोई ऐसा कह सकता है? നമുക്ക് ആർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ശ്വാസം വിട്ടില്ല എങ്കിൽ ചില മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ജീവൻ പോകും, നമ്മൾ വെറും ഡെഡ് ബോഡി ആയിട്ട് മാറും. कोई ऐसा नहीं कह सकता है, क्योंकि अगर हम सांस नहीं लेते हैं तो शायद कुछ ही मिनट के अंदर हमारी सांस रुक जाएगी, हम निर्जीव हो जाएंगे।
അതുപോലെയാ സഹോദരങ്ങളെ, നമ്മുടെ മധ്യത്തിൽ നമ്മൾ പലരെയും കാണുന്നില്ലേ? പലരുടെയും ആത്മീയ ജീവിതം ശവം പോലെ ആയിരിക്കുന്നതിന്റെ കാരണം, ഒരു ഉണർവും ഇല്ലാത്തതിന്റെ കാരണം, പ്രാർത്ഥിക്കുവാനോ സഭയിൽ വരുവാനോ ഒരു തീഷ്ണതയും ഇല്ലാത്തതിന്റെ കാരണം, അവരുടെ ആത്മാവ് മരിച്ചുപോയി. കാരണം അവർ പ്രാർത്ഥന എന്ന ശ്വാസം എടുക്കുന്നില്ല. इसीलिए हमारे बीच में भाइयों, आपने देखा होगा बहुत से लोग आत्मिक रूप से निर्जीव हैं, उनके अंदर कोई जागृति, कोई बेदारी नहीं है, प्रार्थना के बारे में कोई उमंग, कोई उत्साह नहीं है, क्योंकि प्रार्थना नाम की सांस वो लोग नहीं ले रहे हैं। അതുകൊണ്ട് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആവശ്യം, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലത്തോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം പ്രാരംഭമായി നമുക്ക് പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. और इसलिए एक विजयी मसीही जिंदगी के लिए और हमारे अंदरूनी मनुष्य को जिंदा रखने के लिए प्रार्थना सबसे महत्वपूर्ण है। അതുപോലെ വളരെ വലിയൊരു വിഷയമാണ്, നമ്മൾ കാണാത്ത ഒരു വലിയ ശത്രു നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. और उसी तरह एक बड़ा विषय ये है कि हमारे सामने एक बहुत बड़ा अदृश्य दुश्मन खड़ा है। എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ സകല ദുഷ്ടാത്മ സേനയോടും അത്രേ. इफिसियों 6 के 12 में हम पढ़ते हैं, हमारा ये मल्लयुद्ध लहू और मांस से नहीं परंतु प्रधानों से और अधिकारियों से और इस संसार के अंधकार के हाकिमों से और दुष्टता की आत्मिक सेनाओं से है जो आकाश में നമുക്കെതിരെ है। ഒരു ശത്രുവിന്റെ പോരാട്ടമുണ്ട്. ഡെവിൾ ആൻഡ് ഹിസ് ഡീമൺസ്, ദുരാത്മാക്കളുടെയും അല്ലെങ്കിൽ പിശാചിന്റെയും വലിയ പോരാട്ടം നമുക്ക് നേർക്ക്, നമ്മുടെ കുടുംബത്തിന്റെ നേർക്ക്, നമ്മുടെ സഭയ്ക്ക് നേർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. हमारा एक आत्मिक युद्ध है, हमारी एक आत्मिक लड़ाई है, हमारे खिलाफ, हमारे परिवार, हमारे बच्चों, हमारी कलीसिया के खिलाफ में शैतान और उसकी दुष्टात्माओं की ओर से हमेशा एक युद्ध चलता रहता है। അതിനെതിരെ നമുക്ക് പോരാടുവാൻ കഴിയുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. കാരണം ഹി ഈസ് എൻ ഇൻവിസിബിൾ എനിമി. उस युद्ध में हम सिर्फ प्रार्थना के द्वारा ही लड़ सकते हैं, क्योंकि वो एक अदृश्य दुश्मन है। നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറയുമ്പോൾ ഈ പോരാട്ടങ്ങൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. हमारी जिंदगी में जब प्रार्थना कम होती जाती है, ये लड़ाई बढ़ती जाती है। അതുകൊണ്ടാണ് അനേകരുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തത്, അനേകരുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തത്, അനേകരുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത്. കാരണം പലവിധ വിഷയങ്ങളിൽ അവൻ നമ്മുടെ ജീവിതത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. इसीलिए बहुतों की जिंदगी में चैन नहीं है, बहुतों की जिंदगी में शांति नहीं है, बहुतों की जिंदगी में कोई आनंद नहीं है, क्योंकि बहुत सारे विषयों में उसने हमें दबा रखा है। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോലും നമ്മളെ പഠിപ്പിച്ചത്, കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്, യേശു കർത്താവ് പ്രാർത്ഥിച്ചത് എങ്ങനെയാന്ന് എബ്രായ ലേഖനം 5:7 പഠിച്ചു. ആ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. കാരണം ഹല്ലേലൂയ, അവിടുന്ന് പൂർണ്ണമായ ദൈവമായിരുന്നുവെങ്കിലും മനുഷ്യനായി ഭൂമിയിൽ നിന്നുകൊണ്ട് ദുഷ്ടനായ പിശാചിനോട് എതിരിട്ടുകൊണ്ട് നിന്നവനാണ്. और हमने पिछले सत्र में इस बात को देखा था कि इब्रानियों 5:7 में जैसे हमारे प्रभु की प्रार्थना के बारे में बताया गया कि कैसे वो परमेश्वर होते हुए भी रो रो कर ऊंचे शब्दों से अपनी प्रार्थना को रखता है, विनती को रखता है, क्योंकि वो उस अदृश्य दुश्मन के खिलाफ लड़ रहा था। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ, പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, പാപത്തിന്റെ കയ്യിൽ അകപ്പെടാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ പകലും രാത്രിയിലും ലഭിക്കുന്ന സമയങ്ങളൊക്കെയും നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. इसलिए मेरे भाइयों, अगर हम प्रभु के सामने स्थिर रहना चाहते हैं, अगर हम आत्मिक जिंदगी में जीतना चाहते हैं, अगर हम शैतान के चंगुल से बचना चाहते हैं, पाप में गिरने से अगर बचना चाहते हैं, अपने परिवार को, बच्चों को अगर सुरक्षित रखना चाहते हैं, तो जब कभी सुबह शाम को हमें समय मिलता, हमें प्रार्थना में लड़ने की जरूरत है। നമുക്കറിയാം, വിശ്വാസികളെന്ന് പറയുന്നവരായാലും ദൈവദാസി ദാസന്മാരാന്ന് പറയുന്നവരായാലും അനേകര് രഹസ്യ പാപങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. हम जानते हैं कि ये एक ऐसा समय है जिसमें जो खुद को विश्वासी कहते हैं वो लोग भी, और जो खुद को परमेश्वर के दास और दासी कहते हैं वो भी गुप्त पापों में गिरते जा रहे हैं। നമുക്കറിയാം, നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ഫോൺ ഉണ്ടല്ലോ, അതിനകത്തുകൂടെ കാണുന്നത്, അതിനകത്തൂടെ കേൾക്കുന്നത് എത്രമാത്രം മ്ലേച്ഛതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും രക്ഷപ്പെടുവാൻ കഴിയാതെ ആ കുരുക്കിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ് പല വിശ്വാസികളുടെ ജീവിതങ്ങളും.
हम जानते हैं कि हमारे हाथ में जो छोटा सा फोन है उसके अंदर जो कुछ जितनी गंदी बातें देखते हैं और सुनते हैं, उन सब से बहुत बार छूटने की इच्छा तो होती है, पर बहुत बार छूट नहीं पाते और उसी के मकड़ जाल के अंदर फंसे रहते हैं, जो खुद को विश्वासी कहते हैं, ऐसे बहुत सारे लोग। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ സത്യമല്ലേ സംസാരിക്കുന്നത്? നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ, ഇഫ് യു ആർ ഹോണസ്റ്റ്, യു വിൽ കൺഫസ് ടു ദിസ് ഫാക്ട് ദാറ്റ് this is right in your own personal lives. मुझे सुनने वाले भाइयों, अगर आप सच्चाई से कहें, ईमानदारी से अगर कहें, तो आप इस बात को मानेंगे कि हाँ, मैं जो कह रहा हूं वो आपकी व्यक्तिगत जिंदगी में भी बिल्कुल सही है। കാരണം ലോകത്തിലെ ശത്രു എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം കളയുവാൻ തക്കവണ്ണം, ദൈവവുമായിട്ടുള്ള നിന്റെ സംസർഗവും കൂട്ടായ്മയും കളയുവാൻ തക്കവണ്ണം, നിന്റെ ഉള്ളിലേക്ക് പാപം കൊണ്ടുവന്ന് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം നിന്നെ തകർക്കുവാൻ തക്കവണ്ണമുള്ള സീക്രട്ട് ആയിട്ടുള്ള രഹസ്യ പദ്ധതികളിലാണ് പിശാചും അവന്റെ കൂട്ടരായ ഡീമൺസും. क्योंकि इस दुनिया का जो हाकिम है शैतान और उसके जो सेवक दुष्ट आत्माएं हैं, उसने आपको इस तरह से ऐसी गुप्त बातों में फंसा रखा है कि आप परमेश्वर के सामने स्थिर न रह सकें, परमेश्वर के साथ एक अच्छा रिश्ता न बना सकें, उसके साथ एक अच्छी जिंदगी न बिता सकें। എന്നെ കേൾക്കുന്ന അനേക ദൈവദാസന്മാരും ദാസിമാരും ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് ബലമില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ശുശ്രൂഷകൾ ഇഫക്റ്റീവ് ആകാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിലും ഈ രഹസ്യ പാപങ്ങൾ പലപ്പോഴും, അതോർത്ത് കരയുന്നുണ്ടെങ്കിൽ തന്നെയും, രഹസ്യ പാപങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് തടസ്സമായി നിങ്ങളുടെ കൈകളിൽ വിലങ്ങിട്ടുകൊണ്ട് നിൽക്കുകയാണ്. मैं जानता हूं कि कई परमेश्वर के दास और दासियां मेरी बात को सुन रहे हैं कि आप जानते हैं कि आपकी सेवकाई बहुत बार प्रभावशाली क्यों नहीं होती, आपकी सेवकाई में बहुत बार सामर्थ्य नजर क्यों नहीं आती है, क्योंकि आपकी जिंदगी में ऐसे छिपे हुए गुप्त पाप हैं जिनके बारे में बहुत बार आप रोते तो हैं, पर फिर भी उनसे आप निकल नहीं पा रहे हैं, और वो आपके हाथों में हथकड़ी लगा देते हैं, बेड़ियां पहना देते हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ വെറുതെ നിങ്ങളോട് പറയുന്നതല്ല. എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. मेरे भाइयों, मैं ऐसे ही ये बात आपको नहीं कह रहा हूं, कुछ साल पहले मेरी जिंदगी में ऐसे अनुभव रहे हैं। എന്നെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിപ്പാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം പിശാച് എന്റെ കൈകൾക്ക് വിലങ്ങിടും, എന്റെ ആത്മാവിന് വിലങ്ങിടും. കാരണം എന്റെ കൈകൾ ശുദ്ധമല്ലെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പിശാചിനെതിരെ നിൽപ്പാൻ തക്കവണ്ണം എനിക്ക് കഴിയുകയില്ല. കാരണം അവൻ അറിയാം എന്റെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ, അവൻ അറിയാം രഹസ്യമായി ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, എന്റെ മനസ്സിൽ ആസ്വദിക്കുന്ന കാര്യങ്ങൾ. ഞാൻ അവനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അവനൊരു 100 വിരലുകൾ എനിക്കെതിരെ ചൂണ്ടിക്കൊണ്ട് നിൽക്കും. शैतान मेरे हाथों में बेड़ियां पहना देता था, मेरी आत्मा को बेड़ियों में जकड़ देता था, क्योंकि उसको पता था कि मैं उसके खिलाफ नहीं लड़ सकता, क्योंकि मैं ऐसे गुप्त पापों में फंसा हुआ हूं। जब मैं उसकी ओर एक अंगुली उठाता तो वो मेरी ओर सैकड़ों अंगुलियां उठा देता, क्योंकि वो जानता है कि किस बात में मैं फंसा हुआ हूं, किस बात के से मैं अपने मन के अंदर खुश होता हूं, कौन सी ऐसी बात है जिससे मैं लालसाओं में पड़ा हुआ हूं, वो मेरी ओर कई अंगुलियां उठा देता था। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ടൊരു കാര്യം ഇന്നത്തെ രാത്രി മനസ്സിലാക്കണമേ. കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കർത്താവേ, ഈ പാപങ്ങളെ അതിജീവിക്കുവാനും ഇതിനെ വെറുക്കുവാനുമുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന്. इसलिए मेरे भाइयों, इन दिनों में ये प्रार्थना करने की जरूरत है कि प्रभु इस पापों से जीतने का, इन पापों से बाहर निकलने का और इनसे नफरत करने का एक अनुग्रह मुझे दे। റോമാലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഒരു മനോഹര വാഗ്ദത്തം നമുക്കുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, സിൻ ഷാൽ ഹാവ്, പാപത്തിന് നിന്റെ മേൽ, നീ കൃപയ്ക്കത്രേ, ന്യായപ്രമാണത്തിനല്ല. 6:14, റോമൻ 6:14, നീ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനനാകിയാൽ പാപത്തിന് നിന്റെ മേൽ കർത്തൃത്വമില്ല. रोमियो 6:14 में एक अद्भुत वायदा हमें दिया गया है। वहां लिखा है, तुम पर पाप की प्रभुता न होगी, क्योंकि तुम व्यवस्था के नहीं वरन अनुग्रह के अधीन हो। അതെ, ഈ കൃപയ്ക്ക് വേണ്ടി നാം ദൈവത്തോട് യാചിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപ തന്ന് ബലപ്പെടുത്തും. അതുകൊണ്ട് ശത്രു കൊണ്ടുവരുന്ന ടെംപ്റ്റേഷന്റെ മുമ്പിൽ വീഴാതെ വണ്ണം അതിനെ റിജക്ട് ചെയ്യുവാനും അതിനെ റിബ്യൂക്ക് ചെയ്യുവാനും ദൈവം നമുക്ക് കൃപ തരും. इस अनुग्रह के लिए जब हम परमेश्वर से विनती करेंगे तो परमेश्वर ये अनुग्रह देकर हमें बलवंत बनाएगा
और उसके बाद जब शैतान अपनी लालसा और परीक्षाओं के साथ आएगा तो उसे डांटने का, उसे दूर करने का एक अनुग्रह हमें मिलेगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പാപം കണ്ടുകൊണ്ടിരുന്നാൽ, പാപം എൻജോയ് ചെയ്തുകൊണ്ടിരുന്നാൽ ഉള്ള അപകടം എന്താണെന്ന് അറിയാമോ? ഇത് നീ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ എത്ര വിശുദ്ധിയോടെ കഴിഞ്ഞ നിമിഷം വരെ ജീവിച്ചെങ്കിലും ശരി, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം കർത്താവ് വന്നാൽ നീ എടുക്കപ്പെടത്തില്ല. അതല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് നീ ഈ ലോകത്ത് നിന്ന് പോകുന്നതെങ്കിൽ ഒരിക്കലും ദൈവസന്നിധിയിൽ എത്തത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ സകല ശുശ്രൂഷകളും വെറുതെയായി പോകും. मेरे भाइयों, अगर आप पाप को देखते रहते हैं, अगर आप पाप में आनंदित होने वाले हैं, तो अगर उस पल परमेश्वर आ जाता है जिस पल आप उसको देख रहे हैं, तो आप कभी भी परमेश्वर के साथ उठाए नहीं जाएंगे। उससे पिछले पल तक चाहे कितनी भी पवित्र जिंदगी आपने बिताई हो, कितने भी आप परमेश्वर के साथ रहे हो, आप परमेश्वर के साथ नहीं उठाए जाएंगे। और अगर जिस समय आप ये देख रहे हैं उस समय अगर आपको हार्ट अटैक आता है, तो आप कभी भी परमेश्वर के राज्य में नहीं जा पाएंगे। उससे पहले की आपकी सारी धार्मिकता, उससे पहले की सारी परमेश्वर के साथ की आपकी जिंदगी सब बेकार जाएगी। അതുകൊണ്ട് എന്താ സഹോദരങ്ങളെ ചെയ്യേണ്ടത്? പാപം ചെയ്യുവാനുള്ള ഇച്ഛ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, പാപം ചെയ്യുവാനുള്ള ടെംപ്റ്റേഷൻസ് നമുക്ക് വരുമ്പോൾ, ആ പാപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ണടച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുക, കർത്താവേ ആ പാപത്തെ വെറുക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ പറയുന്ന നിമിഷം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഇച്ഛ നമ്മൾ അറിയാതെ തന്നെ അപ്രത്യക്ഷമായി പോകും. इसलिए हमें क्या करना भाइयों, जब पाप करने की इच्छा हमारे अंदर आती है, जब वो लालसा हमारे अंदर उत्पन्न होती है, तो उस पाप की ओर बहने की बजाय एक पल अपनी आंखों को बंद करके प्रभु से कहना है, प्रभु उस पाप से नफरत करने का अनुग्रह मुझे दे। तो हम उसी पल उस पाप से दूर होने का अनुग्रह परमेश्वर से पाएंगे, उस पाप से हम नफरत कर पाएंगे। നമ്മുടെ അടുക്കലേക്ക് പ്രലോഭനങ്ങളുമായി പിശാച് കടന്നു വരുമ്പോൾ അവന്റെ നേരെ കണ്ണടച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ റിജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പാപം ചെയ്യുവാനുള്ള ഇച്ഛ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകും. शैतान जब परीक्षाओं को हमारे सामने लाता है, तो हम अगर आंख बंद करके यीशु के नाम से मैं उसे ठुकराता हूं जब हम कहते हैं, तो आंख बंद करके खोलने से पहले पाप करने की वो इच्छा हमारे अंदर से गायब हो जाएगी। അത് മാത്രമല്ല, പാപം ചെയ്യുവാനുള്ള സാധ്യതകൾ നമ്മൾ ഒഴിവാക്കണം. നമുക്കറിയാൻ ചില വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ അടുക്കിലേക്ക് പോയാൽ പുരുഷന്മാരായിക്കൊള്ളട്ടെ സ്ത്രീകളായിക്കൊള്ളട്ടെ, ചിലരുടെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ടെംപ്റ്റഡ് ആകുമെന്നും ഞാൻ പ്രലോഭിപ്പിക്കപ്പെടുമെന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് കൂടുതൽ കോണ്ടാക്റ്റിന് പോകരുത്. ചിലരുടെ ഫോൺ കണ്ടാൽ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക്, കോൺവെർസേഷനിലേക്ക് ഞാൻ പോകുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഫോണുമായിട്ട് കൂടുതൽ ബന്ധത്തിന് പോകരുത്. നമ്മൾ പാപത്തിന്റെ സാധ്യതകളിൽ നിന്ന് ഒഴിവാകണം. കാരണം നീ നിന്റെ ആത്മാവിനെ സൂക്ഷിച്ചേ മതിയാകും. इतना ही नहीं, हमें पाप की संभावनाओं से खुद को बचा कर रखना है। कुछ वेबसाइट्स अगर आपको पता है, उनसे हमें बच कर रहना है। अगर कुछ पुरुषों स्त्रियों के बारे में आपको पता है, उनसे मिलने जुलने से आपके अंदर पाप की परीक्षा आ सकती है, आप उसमें पढ़ सकते हैं। तो ऐसे रिश्तों से आपको बच कर रहना है। और अगर आपको लगता है कुछ लोगों का फोन जब आता है, बेकार की बातचीत में आप पढ़ सकते हैं, वो आपको पाप की ओर ले जा सकता है, उनसे आपको बच कर रहना है। पाप की संभावनाओं से आपको बच कर रहना है, क्योंकि आपको अपनी आत्मा को सुरक्षित रखना ही होगा। ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാൻ പറ്റും നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുവെന്ന്. സ്വർഗം നമുക്ക് കൃപ തരും. ഏത് പ്രതികൂലങ്ങളെയും ഏത് പ്രലോഭനങ്ങളെയും ജയിച്ച് ശക്തരായ ദൈവദാസന്മാരായി, ശക്തരായ ദൈവദാസിമാരായി അവിടുത്തെ കൃപയിൽ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം കൃപ തരും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ പിശാച് വിരണ്ടോടും. जब स्वर्ग का परमेश्वर हमें ऐसे करते हुए देखेगा, तो उसे पता चल जाएगा कि हम इस मामले में वास्तव में गंभीर हैं, और वो हमें अपना अनुग्रह देगा। और हम उस समय उस स्वर्ग के परमेश्वर के सामने जब वो अनुग्रह से हमें भरेगा, तो हम सामर्थी परमेश्वर के दास और सामर्थी दासियां बनेंगे, और हम लोगों को देखकर शैतान हड़बड़ा कर भाग निकलेगा। ഇപ്പോൾ സഹോദരങ്ങളെ മനസ്സിലായോ? ഒരു സഭയിൽ വന്നത് കൊണ്ടോ ദൈവം പൈതല എന്ന് പറഞ്ഞ് തീർന്നത് കൊണ്ടോ സ്വർഗത്തിലെത്താൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതമാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത്. तो भाइयों, क्या आप इस बात को समझ गए हैं कि सिर्फ एक कलीसिया में आने से या फिर मैं परमेश्वर की संतान बन गया हूं, ये कहने से काम नहीं चलेगा। हमारी जिंदगी हमें परमेश्वर के राज्य में पहुंचाती है। സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലം എന്താണ്? അത് പരിശുദ്ധമായ സ്ഥലമാണ്.
സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലം എന്താണ്? പരിശുദ്ധരായ ദൂതന്മാർ വസിക്കുന്ന സ്ഥലമാണ്. സ്വർഗത്തിന്റെ സ്ഥലം എന്താണ്? സർവശക്തനായ ദൈവം വസിക്കുന്നിടത്താണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മാനുഷികമായിട്ട് കോമൺ സെൻസ് വെച്ച് നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മളിപ്പോ ജീവിക്കുന്ന രീതിയിലുള്ള ജീവിതം കൊണ്ട് ആ പരിശുദ്ധ സ്ഥലത്ത് എത്തുവാൻ നമുക്ക് പറ്റുമോ? स्वर्ग कैसी जगह है? स्वर्ग एक पवित्र जगह है। स्वर्ग कैसी जगह है? वो एक ऐसी जगह जहां पर पवित्र स्वर्गदूत वास करते हैं। स्वर्ग एक ऐसी जगह है जहां पे पवित्र और सर्वशक्तिमान परमेश्वर वास करता है। एक इंसान होने के नाते एक साधारण सी अपने दिमाग से आप सोच कर देखिएगा, क्या अगर हम इस तरह से जिंदगी जी रहे हैं, क्या हम अपनी पवित्रता के साथ में उस स्वर्ग में रह सकते हैं? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിൽ ആശ്രയിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി ഈ വാക്കുകൾ കേൾക്കണമേ. നിന്റെ ജീവിതത്തിൽ തോൽവി സംഭവിക്കുമ്പോൾ, നീ അറിയാതെ പാപത്തിൽ വീണു പോകുമ്പോൾ, ഹല്ലേലൂയ, തോറ്റുപോകുന്ന സമയം നീ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഒരു സെക്കൻഡ് പോലും താമസിപ്പിക്കാതെ യേശു കർത്താവിന്റെ രക്തമേ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ നീതിയിലും അവിടുത്തെ വിശുദ്ധിയിലും നീ അഭയം ചൊല്ലി പ്രാർത്ഥിക്കണം. हम अपनी पवित्रता के बल पर वहां नहीं पहुंच सकते, इसीलिए हम मसीह के लहू पर विश्वास करते हैं। मेरे भाइयों, क्या आपको पता है, जब आप अनजाने में पाप में गिर जाते हैं, जब आप किसी गलती में पड़ जाते हैं, तो उस समय आपको करना क्या है? आपको उस समय कहना है प्रभु से कि प्रभु अपने पवित्र लहू से मुझे धोकर शुद्ध कर। അപ്പോൾ നമുക്ക് ആശ്രയിക്കുവാൻ കർത്താവിന്റെ രക്തമുണ്ട്. ദൈവത്തിന്റെ വചനം 1 യോഹന്നാൻ 1-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ 7, 8, 9 വാക്യങ്ങളിലൊക്കെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യുന്നുവെങ്കിൽ യേശു ക്രിസ്തു, അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പാപം ചെയ്താലോ ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളെയും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ കോണം ശക്തമാണെന്ന്. तो पाप से शुद्ध होने के लिए हमारा भरोसा मसीह के लहू पर है। और हम 1 यूहन्ना 1 के 7, 8, 9 वचनों को जब हम देखते हैं, वहां पर हम देख सकते हैं कि अगर तुम पाप करते हो तो यीशु मसीह का लहू तुम्हें पापों से शुद्ध करने के लिए सामर्थी है। ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മളിൽ ചിലർക്ക് പാപത്തെ സ്നേഹിക്കുന്ന നമുക്ക് ചിലർക്ക് ഒരു ചിന്ത ഉണ്ടാകും, സാരമില്ലല്ലോ, പാപം ചെയ്ത് കഴിഞ്ഞ് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകിയാൽ മതിയല്ലോ, ഞാൻ രക്ഷപ്പെടുമെന്ന്. പാപവും ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുകയും ചെയ്യുമെന്ന്. तो मैं एक सवाल की जब मैं ये कह रहा हूँ, शायद कुछ जो पाप से प्रेम करने वाले लोग हैं उनको ये सुनकर लगेगा कि चलो ठीक है, फिर तो मैं पाप भी कर सकता हूँ और अपने लहू से, मसीह के लहू से खुद को धो भी सकता हूँ, तो पाप भी हो जाएगा और उससे बचना भी हो जाएगा। ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ വൃത്തികെട്ട അഴുക്ക് എന്തെങ്കിലും കയ്യിൽ പിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുമെന്നറിയാമോ? നമ്മൾ കുറച്ച് സോപ്പ് വെള്ളം എടുത്തിട്ട് കയ്യെ പുരട്ടിയിട്ട് കൈ കൊണ്ട് കഴുകി കൈ തുടച്ച് പഴയതുപോലെ ആക്കി എടുക്കാറുണ്ട്. ഇത് നമ്മൾ ചെയ്യാറുള്ള ഒരു സത്യമാണ്. मैं आपसे एक बात कहना चाहता हूँ, अगर हमारे हाथों में कोई गंदगी लग जाती है तो हम क्या करते हैं? हम हाथों पे साबुन लगाते हैं, उसको पानी से धोते हैं, साफ करते हैं, पहले जैसा साफ बनाते हैं। ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണമേ. യേശുവിന്റെ രക്തം എന്ന് പറയുന്ന സോപ്പ് വാട്ടർ പോലെയല്ല. തോന്നുമ്പോ കൈ കഴുകാൻ തക്കവണ്ണം യേശുവിന്റെ രക്തമേ എന്ന് പറഞ്ഞ് കഴുകുവാൻ തക്കവണ്ണം സോപ്പ് വാട്ടർ പോലെ വില കുറഞ്ഞതൊന്നല്ല യേശുവിന്റെ രക്തം. आप मेरी बात को ध्यान से सुनिएगा कि जब आप बार बार पाप करते हैं और आप यीशु के लहू से मुझे साफ कर, जब आप ये बार बार ये कहते हैं, तो यीशु का लहू उस साबुन के पानी की तरह इतना वो कमतर नहीं है, इतनी सस्ती चीज नहीं है वो। ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 1 ലിറ്റർ സോപ്പ് വാട്ടറിന്റെ വില 2000 രൂപയാന്ന് കരുതിക്കുക, അല്ലെങ്കിൽ 10,000 രൂപയാന്ന് കരുതിക്കുക. 1 ലിറ്റർ സോപ്പ് വാട്ടറിന് 10,000 രൂപയാണെങ്കിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ആ സോപ്പ് വാട്ടർ ഉപയോഗിക്കും? एक मान लीजिए वो 1 लीटर साबुन का अगर साबुन है, वो अगर 2,000 या 10,000 रुपए का अगर है वो, तो कितनी बार आप उससे धो सकते हैं? നമ്മുടെ കയ്യിൽ അഴുക്ക് പെരളാതെ സൂക്ഷിക്കും. കാരണം അഴുക്ക് പെരണ്ട് കഴിഞ്ഞെങ്കിൽ സോപ്പ് ഉപയോഗിക്കണമല്ലോ. സോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ 10,000 രൂപയ്ക്ക് വാങ്ങിച്ച സോപ്പിലായി പെട്ടെന്ന് തീർന്നു പോകുമല്ലോ എന്ന് കരുതി നമ്മൾ സൂക്ഷിക്കും. നമ്മുടെ കയ്യിലോ കാലിലോ അഴുക്ക് വരാതിരിക്കാൻ തക്കവണ്ണം. കാരണം എത്രമാത്രം കുറച്ച് സമയം സോപ്പ് സൂക്ഷിക്കുന്നുവോ അത് നമുക്ക് അത്രയും ലാഭം ഉണ്ടാക്കുമെന്ന് ചെയ്യില്ല. ऐसी हालत में हम क्या करेंगे? हम अपने हाथों को, अपने पैरों को गंदा होने से बचाने की कोशिश करेंगे, क्योंकि हमें लगेगा कि अगर बार बार हम हाथ धोएंगे तो वो जो 2,000 या 10,000 रुपए जो लगे हैं वो जल्दी वो खत्म हो जाएगा। उसको बचाने के लिए जितना कम हम धोएंगे उतना ये ज्यादा चलता जाएगा।
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഓരോ പ്രാവശ്യം യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോഴും കർത്താവിന് ദുഃഖമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എന്റെ കുഞ്ഞ് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണല്ലോ, ഇത്രയും പ്രായമായിട്ടും എപ്പോഴും വീഴുന്നവനാണല്ലോ, എന്റെ രക്തത്തിന് അവൻ അത്രയും വില കൊടുക്കുന്നുള്ളല്ലോ എന്നോർത്ത് കർത്താവിന്റെ ഹൃദയം ദുഃഖിക്കുമെന്ന് വചനം പറയുന്നു. मेरे भाइयों और बहनों, परमेश्वर का वचन हमें ये सिखाता है कि जब हम यीशु के लहू पर भरोसा करते हुए अपने आप को पापों से शुद्ध करते हैं, तो उस समय परमेश्वर दुखी होता है, प्रभु दुखी होता है। वो सोचता है कि मेरा बच्चा वो अभी भी गिर रहा, इतनी उम्र होने के बावजूद अभी भी वो बार बार पाप में गिरता जा रहा है। ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 1 വയസ്സുള്ള കുഞ്ഞ് കുറച്ച് പ്രാവശ്യം വീണെന്നിരിക്കും, അല്ലെ 6 മാസമുള്ള കുഞ്ഞ് കുറച്ച് പ്രാവശ്യം വീണെന്നിരിക്കും, 1.5 വയസ്സ് വരെ വീണെന്നിരിക്കും. എന്നാൽ 20 വയസ്സുള്ള ഒരാളും വീഴുകയാണെന്ന് പറഞ്ഞാൽ അത് വളരെ സീരിയസ് ആയ കാര്യമല്ലേ സഹോദര സഹോദരി? 6 महीने का बच्चा या 1 साल का बच्चा, 1.5 साल का बच्चा, वो हो सकता है कई बार गिर सकता है, लेकिन अगर 20 साल का आदमी भी, वो भी अगर गिरने लगे, गिरता रहे, तो फिर वो तो कुछ गंभीर बात है ना भाई और बहनों। വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പാപത്തിൽ വീണേക്കാം പലതവണ. എന്നാൽ വിശ്വാസത്തിൽ വന്നിട്ട് 25-30 വർഷമായിട്ട് ഇപ്പോഴും കോപത്തിനകത്ത് വീഴുകയാണ്, മോഹത്തിനകത്ത് വീഴുകയാണ്, പാപത്തിനകത്ത് വീഴുകയാണ്, ലോകസ്നേഹത്തിൽ വീഴുകയാണെന്ന് പറഞ്ഞാൽ സഹോദര സഹോദരി, നമ്മെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ പിതാവിന് ദുഃഖമുണ്ടാകാതിരിക്കുമോ? जब हम मसीह में आए थे तो हो सकता है कई बार हम पाप में गिरे, लेकिन विश्वास में आने के 20 साल बाद, 25 साल बाद, आज भी अगर हम दुनिया के मोह में फंस रहे हैं, पाप में गिर रहे हैं, अगर लोभ में हम गिरते जा रहे हैं, तो क्या प्रभु हमारे बारे में दुखी नहीं होगा? ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുന്നു. 6 മാസമുള്ള നിങ്ങളുടെ കുഞ്ഞ് നടക്കുന്ന കൂട്ടത്തിൽ വീഴുന്ന കണ്ടാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല, 1 വർഷം കഴിഞ്ഞാലും എടുക്കത്തില്ല. പക്ഷെ 15 വയസ്സുള്ള നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ മോള് നടക്കുന്ന സമയത്ത് പടപട വീണുകൊണ്ടിരുന്നാൽ നിങ്ങൾ ദുഃഖത്തോടെ ആ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകത്തില്ലേ? जो बात मैंने बोली एक बार फिर से बोलना चाहता हूँ, अगर आपका 6 महीने का, 1 साल का, 1.5 साल का बच्चा चलते समय गिरता है, तो आपको उस बात को आप ज्यादा गंभीरता से नहीं लेते, पर 15 साल का आपका बेटा या बेटी चलते समय गिरे, तो क्या आप परेशान नहीं होंगे? क्या आप उसे लेकर तुरंत अस्पताल में नहीं जाएंगे? ഇത് തന്നെയാണ് അനേക വിശ്വാസികൾ, ദൈവദാസന്മാർ, ദൈവദാസിമാർ പാപത്തെ ലാഘവത്തോട് കണ്ട് ഒരു ദിവസം 1000 പ്രാവശ്യം വീഴുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും ഉണ്ടാകുന്ന ദുഃഖം. इसी तरह परमेश्वर के दास दासी विश्वासी लोग जब पाप को हल्के में लेते और दिन में हजारों बार उसमें गिरते हैं, तो हमारा पिता और प्रभु दुखी होते हैं। My brothers, my sisters, let me conclude that topic with this one word. The minute you know that you are going to pray with such a loud crying, ask the Lord, Lord, help me, save me from sins. तो मैं इस विषय को ये कहकर रोकना चाहता हूं मेरे भाइयों और बहनों कि आप ऊंची आवाज में रो रो कर ये प्रार्थना करें कि मुझे पाप से बचने में मदद कर, मुझे पाप से बचा कर रख। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? मत्ती 6 अध्याय में प्रभु हमें प्रार्थना के बारे में कैसे सिखाता है? 6-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളാണ് കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ. 6 अध्याय के 5वें वचन से लेकर प्रभु ने प्रार्थना करने के तरीकों के बारे में बताया है। ഇതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും ആ ഭാഗം കാണുവാനായിട്ട് നമുക്ക് കഴിയും. उसी तरह लूका 11वें अध्याय में भी हम इसी हिस्से को देख सकते हैं। ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ശിഷ്യന്മാര് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്നൊരാവശ്യം പറയുന്നത്. लूका 11वें अध्याय के शुरुआती वचनों में हम देख सकते हैं कि चेले आकर यीशु से कहते हैं कि हमें प्रभु हमें प्रार्थना करना सिखा। കാരണം എന്താണെന്നറിയുമോ? അവരങ്ങനെ പറഞ്ഞതിന്റെ കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ. ചെറുപ്പം മുതൽ തന്നെ അവർ യഹൂദ പാരമ്പര്യത്തിൽ വളർന്ന ശിഷ്യന്മാരാണ്, ചെറുപ്രായത്തിൽ തന്നെ ന്യായപ്രമാണം പഠിച്ചവരാണ്, സിനഗോഗുകളിൽ പോയി അഭ്യസിച്ചവരാണ്. അവർക്ക് പ്രാർത്ഥിക്കുവാൻ നന്നായിട്ട് അറിയാം. എങ്കിലും പിന്നെ എന്തിനാണ് കർത്താവിനോട് പറഞ്ഞത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്? उन्होंने आकर प्रभु से ऐसा क्यों कहा होगा? क्या उनको प्रार्थना करनी नहीं आती थी? वो यहूदी लोग हैं, बचपन से ही प्रार्थना को सीखे हुए लोग हैं, सिनोगोग में, आराधनालयों में जाकर प्रार्थना करने वाले, सीखने वाले लोग हैं, प्रार्थना करनी आती है, लेकिन फिर भी उन्होंने प्रभु से प्रार्थना करना सिखाने के बारे में क्यों कहा होगा? അതിന് കാരണമുണ്ട്.
അവര് നോക്കിയപ്പോൾ അവര് കണ്ട യഹൂദ റബ്ബിമാരുടെ കൂട്ടോ പരീശന്മാരുടെ കൂട്ടോ ഉള്ള പ്രാർത്ഥനയല്ല ഇവൻ ചെയ്യുന്ന പ്രാർത്ഥന. ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ലൈവായിട്ട് തോന്നുന്നുണ്ട്. പ്രാർത്ഥന സീരിയസ് ആണ്. അത് മാത്രമല്ല, കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇവർ കാണുന്നുണ്ട്. और इसका कारण ये है कि इन्होंने ये देखा कि ये जो प्रभु जब प्रार्थना करता है तो वो यहूदी रब्बियों की तरह की प्रार्थना नहीं है। इसकी प्रार्थना कुछ खास है। इसकी प्रार्थना को देखते ही लगता है कि हाँ, प्रार्थना में गंभीरता है। और इतना ही नहीं, जब प्रभु प्रार्थना करता है तो उसमें कुछ होता भी है। ഇന്നത്തെ രാത്രികാലം സഹോദരങ്ങളെ കേൾക്കണമേ, നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ഇനി പ്രാർത്ഥിക്കണം. आज मेरे भाइयों, सुनना कि अगर हम प्रार्थना करते हैं तो अब से उसी तरह प्रार्थना करें जैसे हमारे प्रभु ने प्रार्थना की। ഈ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. വീണ്ടും നിങ്ങളത് കേട്ട് കുറച്ചുകൂടെ പഠിക്കണം. अगर ये संदेश, ये प्रचार आपको समझ में नहीं आ रहा है तो इसका जो वीडियो है वो यूट्यूब में होगा। दोबारा फिर से आप इसको सुनिएगा, समझिएगा। കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിൽസൺ രാമചന്ദ്രന്റെ ട്രാൻസ്ലേഷനെ കുറിച്ച് ചില സഹോദരന്മാര്, ദൈവദാസന്മാര് എനിക്ക് അഭിപ്രായം തന്നു. ഈ ദൈവദാസനെ പുകഴ്ത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് പറയുകയല്ല, എത്ര ലളിതമായി മനോഹരമായി ട്രാൻസ്ലേഷൻ ചെയ്ത് നിങ്ങളുടെ ഭാഷകളിൽ നിങ്ങൾക്ക് ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്നു. परमेश्वर के दास पास्टर रंजी के बारे में ये बताया गया कि कितने अच्छी तरीके से परमेश्वर के वचन को सिखा रहे हैं। परमेश्वर के वचन को हमें कितने सरल तरीके से हमें बता रहे हैं। You are getting a good translation as well. आपको अच्छा अनुवाद मिल रहा है। ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് 6-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്താണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ये प्रार्थना के बारे में जब हम देखते हैं तो हम देखते हैं 6:5 में किस तरह से वो शुरू करता है, उसके बारे में बताना। എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് കർത്താവ് പഠിപ്പിച്ചു. ये सिखाने से पहले कि कैसे प्रार्थना करनी है, प्रभु पहले ये सिखाता है कैसे प्रार्थना नहीं करनी है। അവിടുന്ന് ഞാനൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ 5 മുതൽ താഴേക്ക് 8-ാമത്തെ വാക്യം മുതൽ 5 മുതൽ 5 to 8 ഒന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും. मत्ती 6 का 5 से 8 तक के वचन हम पढ़ेंगे। जब तू प्रार्थना करे तो कपटियों के समान न हो, क्योंकि लोगों को दिखाने के लिए आराधनालयों में और सड़कों के मोड़ों पर खड़े होकर प्रार्थना करना उनको अच्छा लगता है। मैं तुमसे सच कहता हूं कि वे अपना प्रतिफल पा चुके। परंतु जब तू प्रार्थना करे तो अपनी कोठरी में जा और द्वार बंद करके अपने पिता से जो गुप्त में है प्रार्थना कर। तब तेरा पिता जो गुप्त में देखता है तुझे प्रतिफल देगा। प्रार्थना करते समय अन्य जातियों के समान बकबक न करो, क्योंकि वे समझते हैं कि उनके बहुत बोलने से उनकी सुनी जाएगी। इसलिए तुम उनके समान न बनो, क्योंकि तुम्हारा पिता तुम्हारे मांगने से पहले ही जानता है कि तुम्हारी क्या क्या आवश्यकताएं हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ആരുടെയെങ്കിലും വേദപുസ്തകത്തിനകത്ത് അത് അണ്ടർലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ബുക്ക് മാർക്ക് വെച്ച് ഇന്നത്തെ രാത്രികാലം അത് അണ്ടർലൈൻ ചെയ്യണം, ഹൈലൈറ്റ് ചെയ്യണം. मुझे सुनने वाले भाइयों और बहनों, अगर आप में से किसी की किताब बाइबल के अंदर ये वचन इसके नीचे रेखांकित नहीं किया गया तो वहां पे एक निशान लगा के रखिएगा, बाद में उसे रेखांकित कीजिएगा। എത്ര നമ്മൾ ഭംഗിയായി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും ഇവണ്ണമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ സ്വർഗം ആ പ്രാർത്ഥന കേൾക്കത്തില്ല. चाहे हम कितने भी अच्छे तरीके से प्रार्थना करें, अगर ये जो बताया गया इस तरीके से है हमारी प्रार्थना, तो परमेश्वर हमारी प्रार्थना नहीं सुनेगा। വളരെ വിശദമായിട്ട് നമ്മൾ ഈ വിഷയം ഒന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. और हम बहुत ही विस्तार से इस विषय के बारे में सीखने जा रहे हैं। കർത്താവ് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. प्रभु ने सिर्फ एक ही बार ये सिखाया है कि प्रार्थना कैसे करनी है। ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിന്റെ ആവശ്യകത പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതേ വാക്കുകൾ ഉച്ചരിച്ച് വേണമോ പ്രാർത്ഥിക്കാനെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും.
जब प्रभु ये बताता है कि इस तरह से ये प्रार्थना करनी है, तो बहुत बार हम ये सोचते हैं कि क्या इन्हीं शब्दों को बोलते हुए प्रार्थना करनी है हमें। നമുക്കറിയാം നോമിനൽ ക്രിസ്ത്യൻസ് ആയിരിക്കുന്നവരുണ്ട്, മറ്റ് എപ്പിസ്കോപ്പൽ ചർച്ചുകളിലൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അവര് ലോർഡ്സ് പ്രയർ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങനെ അവർ പ്രാർത്ഥിച്ചിട്ട് തീർത്തിട്ട് ആമേൻ പറഞ്ഞിട്ട് അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. हम जानते हैं कि जो नामधारी मसीह या दूसरे जो एपिस्कोपल कलीसियाएं हैं, उनमें अंत में ये प्रार्थना, प्रभु की प्रार्थना की जाती है कि हे हमारे पिता तू जो स्वर्ग में है, तेरा नाम पवित्र माना जाए, तेरा राज्य आए। इस तरह से वो पूरी प्रार्थना करके वो लोग सोचते हैं कि हाँ हमने प्रार्थना कर ली है। കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് അർത്ഥമാക്കിയിരിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ ഏതൊക്കെ വിഷയങ്ങൾക്കാണോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകളിൽ ആ വിഷയങ്ങൾക്ക് വേണം പ്രാധാന്യം കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന്. इस प्रार्थना के प्रारूप में प्रभु ने हमें ये बताया है कि इस प्रार्थना में जिस जिस बात को महत्व दिया गया है, उन्हीं बातों को हमारी प्रार्थना में हमें भी महत्व देना है। നമുക്ക് ഇതേ വാക്കുകൾ ഉച്ചരിച്ച് വേണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സത്യമാണെങ്കിൽ ഈ വാക്കുകൾ അതേപടി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലും ഒരു തെറ്റുമില്ല. हम चाहें तो इन्हीं शब्दों को बोलते हुए बिल्कुल यही हूबहू प्रार्थना कर सकते हैं। अगर हमारी जिंदगी में हम जो बोल रहे हैं वो बिल्कुल सच है, तो ऐसी प्रार्थना, यही प्रार्थना करने में कुछ भी गलत नहीं है। അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വന്നേ. 5वें वाक्य की ओर आइए। അവിടെ എഴുതിയിരിക്കുന്നു, when you pray you are not to be as the hypocrites. वहां लिखा है जब तू प्रार्थना करे तो कपटियों के समान ना हो। നമുക്ക് ഒരു നിമിഷം ആ ഭാഗത്തെ കുറിച്ചൊന്ന് പഠിക്കാം. എന്താണ് ഹിപ്പോക്രസി? एक पल हम उस हिस्से को देखेंगे थोड़ा रुक कर कि ये पाखंड या कपट क्या होता है। നമുക്കറിയാം കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പരീശന്മാരെ വിളിച്ചിരുന്നത് കപടഭക്തിക്കാരെ എന്നാണ്. हम जानते हैं कि प्रभु जिस समय इस दुनिया में था वो फरीसियों को कपटी या पाखंडी कहता था। കർത്താവ് പാപികളെ ആരെയും ശാസിച്ചതായിട്ട് കാണുന്നില്ല, ചുങ്കക്കാരെ ശാസിച്ചതായിട്ട് കാണുന്നില്ല, വേശ്യാസ്ത്രീകളെ ശാസിച്ചതായിട്ട് കാണുന്നില്ല. ലോകത്തിലുള്ളവരോടൊക്കെയും കർത്താവ് കരുണ കാണിച്ച് അവരോട് സംസാരിച്ചപ്പോൾ ഇവിടെ നോക്കിക്കേ, മതമേലധ്യക്ഷന്മാരോട്, ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്ന് പറയുന്ന പരീശന്മാരോട് വളരെ കഠിനമായിട്ടാണ് ദൈവം സംസാരിച്ചത്. वचन में हम कहीं भी यीशु को दुनिया के लोगों पर क्रोधित होते हुए नहीं देखते हैं, वेश्याओं को डांटते हुए हम नहीं देखते हैं, चुंगी लेने वालों को, पापियों को डांटते हुए हम यीशु को नहीं देखते हैं वचन में। पर यहाँ पे देखिएगा, जो खुद को धर्म के ठेकेदार कहते हैं, धर्म के जो बड़े लोग हैं, ऊंचे शिखर वाले जो लोग हैं, उनके सामने प्रभु कितने कठोर शब्दों का उनके लिए इस्तेमाल करता है। കാരണം എന്താന്ന് ചോദിച്ചാൽ, ഒരു ചുങ്കക്കാരൻ ഒരിക്കലും ഞാൻ ചുങ്കക്കാരനല്ലെന്ന് അഭിനയിക്കത്തില്ല, ഒരു വേശ്യാസ്ത്രീ ഒരിക്കലും ഞാൻ വേശ്യാസ്ത്രീ അല്ലെന്ന് അഭിനയിക്കത്തില്ല, ഒരു കള്ളൻ ഒരിക്കലും കള്ളനല്ലെന്ന് പറയാറില്ല. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവര് ദൈവത്തിന്റെ അടുക്കലുള്ള മക്കളാണെന്ന് പറയുന്നു, പക്ഷെ അവരുടെ ജീവിതത്തിൽ വേറെ അനുഭവമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. क्योंकि एक चुंगी लेने वाला कभी भी ये नाटक नहीं करता कि मैं चुंगी लेने वाला नहीं हूं, एक वेश्या कभी भी ये नाटक नहीं करती कि मैं वेश्या नहीं हूं, या एक चोर कभी भी ये नाटक नहीं करता कि मैं चोर नहीं हूं। पर यहाँ पे देखिएगा, ये लोग कहते हैं कि हम प्रभु के बहुत नजदीक हैं, उसके बहुत खास हैं, लेकिन उनकी जिंदगी बिल्कुल उसके उलट है। പരീശന്മാരുടെ ജീവിതത്തെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം മുഴുവനും എഴുതിയിരിക്കുന്നു. ഏതാണ്ട് ഒരു 50ഓളം സ്വഭാവങ്ങള്, പരീശന്മാരുടെ സ്വഭാവങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പരീശന്മാരെ പോലെ ആകരുതെന്ന്. मत्ती 23वां अध्याय पूरा फरीसियों के स्वभाव के बारे में, उनकी आदतों के बारे में लिखा। लगभग 50 उनके बारे में बातें लिखकर बताकर प्रभु फिर कहता है, तुम इन फरीसियों की तरह मत बनना। പരീശന്മാരെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? അവര് വളരെ വളരെ സൂക്ഷ്മതയോടെ ന്യായപ്രമാണം പഠിച്ചവരാണ്. അവരെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്, ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നവരാണ്, അവർക്ക് എന്തെല്ലാം കിട്ടുന്നു അതിന്റെയൊക്കെയും ദശാംശം കൊടുക്കുന്നവരാണ്, ന്യായപ്രമാണത്തിലെ വള്ളി പുള്ളി വിടാതെ യഹോവയുടെ നാമത്തെ ഉയർത്തുന്നവരാണ് പരീശന്മാര്. क्या आप फरीसियों के बारे में जानते हैं? वो ऐसे लोग हैं जिन्होंने व्यवस्था का बहुत बारीकी से अध्ययन किया है, वो बहुत प्रार्थना करने वाले लोग हैं, वो सप्ताह में 2 दिन उपवास रखने वाले लोग हैं, जो कुछ उनको मिलता है अपनी आमदनी का 10वां हिस्सा वो प्रभु को देने वाले लोग हैं। व्यवस्था की एक बिंदु या मात्रा को भी छोड़े बिना वो प्रभु का
गुणगान करने वाले लोग हैं। ഇത്രമാത്രം ദൈവത്തെ സ്നേഹിച്ച് ഇതൊക്കെ ചെയ്യുന്നവരോടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല, നിങ്ങൾ ഇരട്ടി നരകത്തിന് യോഗ്യരായി തീരുമെന്ന്. प्रभु से इतना प्रेम करने वालों से, प्रभु के लिए इतना कुछ करने वालों से प्रभु ये कहता, तुम कभी भी स्वर्ग के राज्य के वारिस नहीं बन सकते, तुम तो दुगने नरक के योग्य हो। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ കർത്താവ് ഇന്നും മാറിയിട്ടില്ല. ഇന്നും ദൈവസഭയിലേക്ക് നോക്കിക്കൊണ്ട് ഭക്തരെന്ന് ഭാവിക്കുന്ന, ഭക്തരെന്ന് അഭിനയിക്കുന്ന അനേകരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല, നിങ്ങൾ ഇരട്ടി നരകത്തിന് യോഗ്യരായി തീരുമെന്ന്. मेरे भाइयों, वो प्रभु आज भी जिंदा है, वो बदला नहीं है, बिल्कुल वैसा ही है। और आज भी कलीसिया में जो लोग खुद को भक्त होने का दिखावा करते हैं कि हम भक्त हैं, भक्ति का दिखावा करने वालों से वो ये कहता है कि तुम परमेश्वर के राज्य के वारिस नहीं बन सकते, तुम दो गुने नरक के भागी हो। അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം പറഞ്ഞു നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 5 मिनट में मैं परमेश्वर के वचन को रोकना चाहता हूँ। എന്തുകൊണ്ടാണ് പരീശന്മാരോട് കർത്താവ് ഇത്ര കഠിനമായിട്ട് സംസാരിക്കുവാനുള്ള കാരണം? इन फरीसियों से प्रभु इतने कठोर शब्दों में क्यों बात करता है? അവര് പുറത്ത് വളരെ externally they were so pious, they were so religious, they were so God fearing, they were so good. बाहरी रूप से वो बहुत ज्यादा भक्त थे, दिखने में वो धर्मी थे, दिखने में वो बहुत ज्यादा अच्छे लोग थे, പക്ഷെ അവരുടെ അകത്ത് കഠിന ഹൃദയമാണ്, മറ്റുള്ളവരോട് കരുണയില്ല, അവർ അഭിനയിക്കുകയാണ്. അതായത് പുറത്തൊന്നും അകത്ത് മറ്റൊന്നും. पर उनके अंदर उनका दिल कठोर है, किसी के प्रति कोई करुणा, कोई दया उनके अंदर नहीं है। यानी वो नाटक करते हैं, यानी इसका मतलब अंदर कुछ और है और बाहरी दिखावा कुछ और है। അങ്ങനെയുള്ളവരെ ആരെയെങ്കിലും ദൈവത്തിന്റെ സഭയിൽ നിങ്ങൾ ആരെങ്കിലും കാണാറുണ്ടോ? क्या ऐसे किसी व्यक्ति को आपने कलीसिया में कभी देखा है? ഒന്നും കൂടെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ളവരാണോ? थोड़ा सा और अगर मैं पूछूं, क्या आप में से कोई ऐसा है? സഭയ്ക്കകത്ത് വരുമ്പോൾ ഒരു രൂപം, വീട്ടിലെത്തുമ്പോൾ മറ്റൊരു രൂപം. चर्च में जब आते हैं तो अलग रूप, घर में पहुंचते हैं तो एक अलग ही रूप। ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ അങ്ങനാണോന്ന്. ഭർത്താവിനോടൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ അങ്ങനാണോന്ന്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ മക്കളോടൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ എങ്ങനെയാണ്. अपनी पत्नी से पूछ कर देखिए क्या आप ऐसे हैं, अपने पति से पूछ के देखिए क्या आप ऐसे हैं, नहीं तो छोड़िए अपने बच्चों से पूछ कर देखिए कि क्या आप ऐसे हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വലിയൊരു അപകടമാണ് അതിന്റെ മധ്യത്തിലുള്ളത്. मुझे सुनने वाले भाइयों, इसमें बहुत ज्यादा खतरा है। നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്, നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഞാൻ സ്വർഗത്തിലെത്തുമെന്ന്. ये सब कुछ करने के बाद हम प्रार्थना करने के लिए बैठते हैं, ये सब कुछ करने के बाद हम सेवकाई करते हैं, ये सब कुछ करने के बाद हम सोचते हैं कि हाँ मैं तो सीधा स्वर्ग में जाने वाला हूँ। കർത്താവിന്റെ കരുണ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാണ് എന്താണ് കപടഭക്തി എന്നുള്ളത്. प्रभु के अनुग्रह से अगर प्रभु के आगमन में देरी होती है, अगला हमें समय जब मिलता है तो हम ये देखेंगे कि ये कपट या ये पाखंड क्या है। സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരണമെന്ന് ആഗ്രഹിക്കുക. और हमारी इच्छा है भाइयों कि आप प्रार्थना के साथ इस सेवकाई में शामिल हों। അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ളിടത്ത് മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ ഇതിന്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ അയച്ചു കൊടുക്കണം. കാരണം അനേകര അപകടകരമായ ഈ അന്ധതയിലാണ് ഇന്ന് ജീവിക്കുന്നത്. इसी तरह अपने जान पहचान के आसपास के या दूसरी जगहों के लोगों को ये वीडियो आप भेजें, क्योंकि ऐसे ही बहुत ही खतरनाक अंधता में बहुत सारे लोग आज जी रहे हैं। അനേക വിശ്വാസികൾ ജീവിക്കുന്നത് അവര് സ്വർഗത്തിലെത്തുമെന്ന് കരുതിയാണ്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ നിത്യനരകത്തിന്റെ പാതയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. बहुत से विश्वासी ये सोचकर जिंदगी जी रहे हैं कि हाँ हम स्वर्ग की ओर जा रहे हैं, पर अनजाने में वो अनंत नरक की ओर कदम बढ़ा रहे हैं। പിശാച് അവരുടെ കണ്ണുകളെ കുരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവചനം അവരുടെ കണ്ണുകളെ തുറക്കുവാനായിട്ട് നിങ്ങളും പ്രവർത്തിക്കുക. शैतान ने उनकी आंखों को अंधा कर रखा, इसलिए उनकी आंखों को परमेश्वर खोलने पाए, उसके लिए आप भी मदद करें, काम करें। ഈ സത്യവചനത്തിന് മാത്രമേ ഒരു വ്യക്തിയുടെ കഠിന ഹൃദയത്തെ മാറ്റുവാനായിട്ട് കഴിയൂ. केवल ये सच्चा वचन ही एक व्यक्ति के कठोर दिल को बदल सकता है।
അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സത്യവചനത്തെ നിങ്ങളുടെ മാത്രം അനുഗ്രഹത്തിന് ഉപയോഗിക്കാതെ നിങ്ങളെ കൊണ്ട് കഴിയുന്നവണ്ണം മറ്റുള്ളവരിലും എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. इसलिए जो सच्चा वचन आपको मिल रहा है उसे सिर्फ खुद के लिए इस्तेमाल न करते हुए दूसरों की आशीष के लिए भी इस्तेमाल करें. സ്വർഗത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അതിന് പ്രതിഫലം ലഭിക്കും. स्वर्ग में जब आप प्रभु की सामने उसकी उपस्थिति में खड़े होंगे तो इसका प्रतिफल निश्चित रूप से आपको भी मिलेगा. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. हम अपनी आंखों को बंद करेंगे. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. पवित्र पिता, हमें दिए गए अच्छे समय के लिए धन्यवाद. അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. आपके पुत्र के नाम में आपने हमें जो अनुग्रह आशीषें दी है उसके लिए धन्यवाद. ഇന്നത്തെ രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. आज हमें आपने जो वचन सुनाया प्रभु उसके लिए हम आपको धन्यवाद देते हैं. ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഫേസ് ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും അങ്ങയുടെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. प्रभु, अपने आत्मा के द्वारा आपने हमारी जिंदगी की हालातों के बारे में और आगे हमारी जिंदगी में आने वाली बातों को जो प्रकट किया उसके लिए धन्यवाद. ഇങ്ങനെ വചനം കേൾക്കുവാൻ തക്കവണ്ണം ഇത്തരണത്തിൽ ഒരു മുഖാന്തരം ഒരുക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. इस तरह वचन सुनने के लिए ऐसा एक मौका तैयार करने के लिए धन्यवाद. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രതിഫലം കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുക. इसके पीछे मेहनत करने वाले अपने दासों को, दासियों को, विश्वासी जनों को, सबको, उन सबके लिए मैं प्रार्थना करता हूँ प्रभु, उन सबको अपना प्रतिफल दे, आशीष दे. കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. हमें वचन को सुनाने के लिए धन्यवाद प्रभु. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധ വചനത്തെ ഒരിക്കലും മറക്കാതെ വണ്ണം എഴുതി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. प्रभु, हम प्रार्थना करते हैं कि इस पवित्र वचन को हमारे दिल में इस तरह से लिख कि हम उसे कभी भूलने न पाए. ഞങ്ങൾ കേട്ട വചനത്തെ അനുസരിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിച്ചാട്ടെ. पवित्र आत्मा के द्वारा हमारी मदद कर कि जो वचन हमने सुना है उसे हम माने और हमारी जिंदगी में एक रूपांतरण आए. സകലത്തിലും അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ ക്രിസ്തുയേശുവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. सारी बातों में अपने पुत्र और हमारे प्रभु यीशु मसीह को महिमा मिले. ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. मसीह यीशु के पवित्र नाम में हम मांगते हैं. आमेन. God bless.